ലോക ഫുട്ബോളിലെ തന്നെ എക്കാലത്തെയും മികച്ച മത്സരങ്ങളിലൊന്നായാണ് 2005 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനെ വിശേഷിപ്പിക്കുന്നത്. ലിവർപൂളും AC മിലാനും തുർക്കിയിലെ ഇസ്താംബുൾ അത്താതുർക്ക് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയ മത്സരം ഓരോ കാൽപന്ത് പ്രേമിയുടെയും മനസ്സിൽ ഇന്നുമുണ്ട്. അന്ന് ആ സ്റ്റേഡിയത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു എന്നത് പലർക്കും കൗതുകമായിരിക്കും. ദിലീപ് പ്രേമചന്ദ്രൻ. അദ്ദേഹം ഗാലറിയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഓസ്ട്രേലിയൻ മാധ്യമമായ ഇൻസൈഡ് സ്പോർട്ടിനായി അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ മത്സരത്തിൻ്റെ ഗാലറിയിലുണ്ടായ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ ആ മത്സരത്തിൽ എന്താണെന്ന് നമ്മളൊക്കെ മിറാക്കിൾ എന്ന് വിളിക്കുന്ന ആ മത്സരത്തിൽ എന്താണ് സംഭവിച്ചതെന്നുമൊക്കെ അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. സ്വാഗതം. 2005 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മിറാക്കിൾ അല്ലെങ്കിൽ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായിട്ടാണ് വിലയിരുത്തുന്നത്. ആ ഒരു മത്സരം പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് അത്ര ഒരു ഹൈപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു മത്സരം തുർക്കിയിൽ പോയിട്ട് കാണാമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, അതിലേക്ക് എത്തുന്നത്? അത് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സെമി ഫൈനൽ സെക്കൻഡ് ലെഗ് മെയ് 3 ആയിരുന്നു. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ അതിനു മുമ്പ് ഒരു 20-23 കൊല്ലമായിട്ട് ലിവർപൂൾ സപ്പോർട്ടറാണ്. പക്ഷെ ആ സീസൺ ചെൽസിയും ലിവർപൂളും നോക്കിക്കഴിഞ്ഞാൽ ചെൽസി റെക്കോർഡ് പോയിൻ്റോടുകൂടി പ്രീമിയർ ലീഗ് ജയിക്കാൻ പോകുന്ന ടീമാണ്. ലിവർപൂൾ ആണെങ്കിൽ ആ സീസൺ എനിക്ക് തോന്നുന്നു 37 പോയിൻ്റോട്ട് പുറകിലാണ് ഫിനിഷ് ചെയ്തത്, ചെൽസിയുടെ 5ാം സ്ഥാനത്ത്. അപ്പോൾ ബെനീറ്റസിൻ്റെ ആദ്യത്തെ സീസൺ ഒന്നും ശരിയായിട്ടൊന്നും ഒത്തുപോയിട്ടൊന്നുമില്ല. ഒരു മോശം ടീം തന്നെ പറയാം. അതിന് 4 കൊല്ലം മുമ്പ് ലിവർപൂൾ 3 കപ്പൊക്കെ നേടിയ ടീമായിരുന്നു. അത് കഴിഞ്ഞ് 2002 ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തി. അതൊരു ഒരുവിധം ശക്തമായ ടീമായിരുന്നു. ലീഗിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ, ആർസണലിനെയൊക്കെ അവസാനം വരെ പുഷ് ചെയ്യാൻ കഴിവുള്ളൊരു ടീം. ഇതങ്ങനത്തെ ടീമല്ല. പിന്നെ കുറച്ച് ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു ഈ സെമി എത്താൻ തന്നെ. വളരെ ശക്തമായൊരു യുവൻറ്റസ് ടീമിനാണ് ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ചത്. അതിലും ലൂയിസ് ഗാർസിയയുടെ ഒരു ഒരു ഉഗ്രൻ ഗോള് കാരണം ജയിച്ചതാണ്. അപ്പോൾ ഈ സെമി 2ാം ലെഗ് ആൻഫീൽഡ് കളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു പ്ലാനും ഇല്ല. ഇതെന്തായാലും പൊട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ് ചെൽസിയുടെ എതിരെ ആയത് കാരണം. ആദ്യത്തെ കളി 0-0 ആയാലും ഞാൻ വിചാരിച്ചു 2ാമത്തെ ലെഗ് ചെൽസി ജയിക്കുന്നു. അത് 1-0 ലിവർപൂൾ ജയിച്ചതിന് ശേഷം പെട്ടെന്നൊരു ഐഡിയ തോന്നി ഇങ്ങനെ പോയാലോ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ മറ്റേ ഫ്ലൈറ്റും ഇതൊക്കെ നോക്കി. തുർക്കിയിലത്തെ വിസ കിട്ടാൻ എളുപ്പമാണ്, ഇതൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്റ്റൽ റൂം ബുക്ക് ചെയ്തു. ടിക്കറ്റ് ഇല്ല എന്നുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഇത് UEFA ഒരു ബാലറ്റ് പോലെ നടത്തിയിട്ടാണ് ടിക്കറ്റ്. അത് 40,000 ടിക്കറ്റ് അപ്പം തന്നെ ക്ലബ്ബുകൾക്ക് കൊടുക്കും. 20,000 ടിക്കറ്റ് ലിവർപൂളിനും മിലാനിനും. അത് അവരുടെ ഫാൻസിനിടയിൽ വിതരണം ചെയ്യണം. ലോക്കൽസിന് ടിക്കറ്റ് ഉണ്ടാവില്ലേ? ലോക്കൽസിന് വേറെ ഒരു ചെറിയ കോട്ട. പിന്നെ UEFA ഫുട്ബോൾ ഫാമിലി എന്ന് പറഞ്ഞ് ഒരു 15,000 ടിക്കറ്റ് ഒറ്റ, അത് ഓരോ അസോസിയേഷനായിട്ട് കൊടുക്കും. അപ്പോൾ എന്നോട് പക്ഷെ കുറച്ച് പേര് എനിക്ക് അറിയണ UK കുറച്ച് പേര് പറഞ്ഞു അവിടെ പോയി നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഞാൻ പക്ഷെ പ്രസ് ബോക്സ് വഴി കയറാനും നോക്കി. ഞാൻ ആ സമയത്ത് UK സൺഡേ ടൈംസിന് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്പോർട്സ് എഡിറ്റർക്ക് എഴുതി നോക്കി വല്ല ചാൻസും ഉണ്ടോ പോവുകയാണെങ്കിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു 20 ആളുടെ ക്യൂ ഉണ്ട്, 4 ആളെ ഞങ്ങൾ ഇപ്പം തന്നെ അയക്കുകയാണ്, അതിൽ തന്നെ 3 പേർക്കൊറ്റേ കയറാൻ പറ്റുള്ളൂ ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞു. ശരി, ഒരു ചാൻസും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും പോയി നോക്കാം. ഒന്നുമില്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അനുഭവിക്കാൻ പറ്റുമല്ലോ, അത് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ. അങ്ങനെ പോവാൻ തീരുമാനിച്ചു. അവിടെ എത്തിയിട്ട് ടിക്കറ്റ് വേണമല്ലോ. ഞാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ 25 രാത്രിയെ കളി, 24 രാവിലെ ഞാൻ അവിടെ എത്തുന്നു. എയർപോർട്ടിലത്തെ കോഫി ഷോപ്പ് തുടങ്ങി ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് പോവുകയാണ്, ഇവിടെ ടിക്കറ്റ് എവിടെ കിട്ടുന്നു. അപ്പോൾ ഒരു കോഫി ഷോപ്പല്ല, ഒരു ചെറിയൊരു പേപ്പറൊക്കെ വിൽക്കണ ഒരു എയർപോർട്ടിലത്തെ ഒരു കടയിലത്തെ ഒരാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെവിടെ താമസിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സുൽത്താൻ അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ആയ സോഫിയയുടെയൊക്കെ അടുത്ത് തന്നെ അവിടെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് ആ ഭാഗത്ത് തന്നെ കുറേ ഷോപ്പും മറ്റേ ഈ ബെല്ലി ഡാൻസിങ് ക്ലബ്ബ് അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി ചോദിച്ചാൽ വല്ലവരുടെയും കാര്യം ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു.
ഞാൻ എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്ത്. നല്ല ക്ഷീണമുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് വഴി അങ്ങനെ പോയതാണ്. അന്ന് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഉറങ്ങിയിട്ട് ഞാൻ പുറത്തിറങ്ങി ഇതേപോലെ എല്ലാവരുടെയും ചോദിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു 30,000 ലിവർപൂൾ ഫാൻസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ആ സുൽത്താൻ അഹമ്മദ് എന്ന് പറഞ്ഞ സ്ഥലം മുഴുവൻ ശരിക്കും ടേക്ക് ഓവർ ചെയ്തിരിക്കുക. കംപ്ലീറ്റ് ഒരു റെഡാണ്. നമ്മൾ മുകളിൽ നിന്ന് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുവപ്പ് മാത്രമേ കാണുള്ളൂ. പിന്നെ അവർ ഈ ബിയറിൻ്റെ വലിയ ക്രേറ്റ് പോലെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മേതൊക്കെ ആൾക്കാർ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ ഫുൾ പാർട്ടി സീനാണ്. അപ്പോൾ രാത്രിയായിട്ട് ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ ചോദിച്ച് അവസാനം ഒരു ബെല്ലി ഡാൻസിങ് ക്ലബിൻ്റെ ഡോറിൽ ഒരാൾ നിന്നിട്ട് ടിക്കറ്റ് വേണമെന്ന് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച് ബാർഗെയിൻ ചെയ്യുന്ന അവസാനം 380 യൂറോ കൊടുത്തിട്ട് ഒരു ടിക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യണില്ല, ഇത് എവിടെയാണ് സീറ്റൊന്നും, എങ്ങനെയെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് പോയി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ പക്ഷേ ഇയാൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇസ്താൻബുളിലൊന്നും അല്ല, അവിടുന്ന് ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും നിങ്ങൾക്ക് ഓടിച്ചെത്താൻ. അവിടെ സിറ്റിയുടെ പുറത്താണ്, പുതിയ സ്റ്റേഡിയമാണ്. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റ ഉടനെ ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ എങ്ങനെയാണ് പോകണത്. അപ്പോൾ അധിക പേരും ബസ്സും ഇതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു തുർക്കിക്കാരനും അയാളുടെ ബ്രസീലിയൻ ഗേൾ ഫ്രണ്ടും അവർ ആളില്ലാതെ എങ്ങനെ പോകേണ്ടതെന്ന് അറിയാതെ അവിടെ എന്നെ പോലെ തന്നെ സ്റ്റക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി ഒരു ക്യാബ് ഷെയർ ചെയ്ത് പോവാം. ഇത് ക്യാബിലൊക്കെ കയറി പറഞ്ഞ പോലെ 2 മണിക്കൂർ എടുത്ത് മുഴുവൻ ജാമായിരുന്നു അവിടെ എത്താൻ വേണ്ടി എല്ലാം. അപ്പോൾ ഈ ടാക്സിക്കാരനൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യണത്, അതായത് ഇത് ഇസ്താൻബുൾ വലിയ ഫുട്ബോൾ നഗരമാണ് എന്നൊക്കെ പറഞ്ഞ് ശരി. അവിടെ എത്തുമ്പോൾ ഇവർ എന്നോട് ഭയന്ന് പറഞ്ഞാൽ അവരുടെ വഴിക്ക് പോയി. അപ്പോഴാണ് ഞാനിത് എൻ്റെ ഇത് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഈ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ കാണുമല്ലേ ഇത് ഓരോ മറ്റേ ഈ സെക്ഷനിലേക്ക് ഇങ്ങനെ ഈ സൈഡിലേക്ക് നടക്കണം, ഈ സീറ്റ് ഈ ബ്ലോക്ക് ഇവിടെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നടന്നു പോണ വഴിക്ക് ഒരൊറ്റ ലിവർപൂൾ സപ്പോർട്ടറെ കാണില്ല, മുഴുവൻ മിലാൻ ഷർട്ടുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടുപോയി എന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ എൻ്റെ ടീം ജേഴ്സി ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ പണ്ടത്തെ ആ ചരിത്രം ഉണ്ടല്ലോ ഹേസൽ സ്റ്റേഡിയം അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇറ്റാലിയൻ ഫാൻസിൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഒരു എന്താ പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ ഏതായാലും പോയി എൻ്റെ സെക്ഷനിലേക്കുള്ള സ്റ്റെയർ കേസൊക്കെ കയറി മുകളിലെത്തുമ്പോൾ അത് മിലാൻ എൻ്റെ അല്ല, ഗോളിൻ്റെ പുറകെ 2 ടീമിനും സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് കൂടാതെ സ്റ്റേഡിയത്തിൻ്റെ ഈ ഭാഗം മിലാനിനും അപ്പുറത്തെ സൈഡ് ലിവർപൂളിനായിട്ട് ഞാൻ ഹാഫ് വേ ലൈനിൻ്റെ ഒരേ ലൈനിലായിട്ടായിരുന്നു ഇരുന്നത്. ചുറ്റുമുള്ളത് മുഴുവൻ മിലാൻ ഫാൻസ്. പക്ഷെ അവർ കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി. എന്താ വെച്ചാൽ എല്ലാവരും വളരെ ഫാഷനബിളായിട്ട് മറ്റേ ലെതർ ജാക്കറ്റും ഇതും ഇട്ടിട്ട് വല്ല ഫാഷൻ പരേഡിനൊക്കെ വന്ന പോലെ. അപ്പോൾ എനിക്ക് തോന്നിയില്ല ഇത് ഇവരൊന്നും നമ്മളെ അടിച്ച് ഇതാക്കുന്നു, അങ്ങനത്തെ ഒരു ടൈപ്പായിട്ട് തോന്നിയില്ല. പിന്നെ കളി തുടങ്ങി, അങ്ങനെയാണ് ഞാൻ അവിടെ പിന്നെ ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ AC മിലാൻ്റെ ടീം എന്ന് പറയുന്നത് ഒരു ലെജൻഡ്സ് 11 സത്യത്തിൽ അന്ന്. കാരണം ബാക്കിലാണെങ്കിൽ മൾഡീനി, നെസ്റ്റ, കഫു, മുന്നേറ്റത്തിൽ ക്രെസ്പോ, കക്ക, അങ്ങനെ ഷെവ്ഷെങ്കോ, ബാലൻഡിയോർ ജേതാക്കളുടെ തന്നെ ഒരു നീണ്ട നിര, മധ്യനിരയിൽ പിറുള്ള ഒരു ലെജൻഡ് 11. അതേസമയം നമ്മൾ ലിവർപൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു സ്റ്റാർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ജെറാർഡും അന്ന് സാബി അലോൺസോയും ഒക്കെ അങ്ങനെ വരുന്ന സമയമാണ്. ബാക്കിയൊക്കെ ഒരു ഏറെക്കുറെ ഒരു ആവറേജ് പ്ലേയേഴ്സ് ആണ്. ഇപ്പോൾ ഹാരി ക്യൂവൽ. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു ലിവർപൂൾ ആരാധക നിലയിൽ എന്നിട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നത് എങ്ങനെയാണ്? എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സത്യം പറയാം. എന്താ വെച്ചാൽ നമ്മൾ ഒരു ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് പോണത്. പക്ഷെ എൻ്റെ മനസ്സിൽ അതായിരുന്നില്ല. ഞാനൊരു ലിവർപൂൾ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കപ്പ് ഫൈനലിൽ കളിച്ച് കണ്ടിട്ട് 20 കൊല്ലമായിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ അപ്പോഴത്തെ ഫോമൊക്കെ നോക്കിയിട്ട് അപ്പോഴത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും യുവൻറ്റസും മിലാനും ബാഴ്സലോണയും മെഡ്രിഡും ഒക്കെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഇനി ചിലപ്പോൾ ഒരിക്കലും എത്തിയില്ല എന്ന് വരും. അത്രയും നല്ല ടീമുകളുണ്ട് യൂറോപ്പിൽ. അപ്പോൾ ഇത്
കിട്ടിയ ചാൻസിന് എന്തായാലും പോയി കാണാമെന്നുള്ള ആ ഒരു മനസ്സിലൂടെയാണ് ഞാൻ പോയത്. പിന്നെ ടീം ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജെറാർഡ് തന്നെ ജെറാർഡ് ചിലപ്പം മിലാൻ 11 കയറിയായിരുന്നു, ചിലപ്പോൾ ഗെറ്റൂസോന് പകരം സീഡോഫിന് പകരം അല്ലാതെ ഒരൊറ്റ ലിവർപൂൾ കളിക്കാരന് ആ ടീം കയറില്ല. അപ്പം അങ്ങനത്തെ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഷെവ്ചെങ്കോ, ക്രെസ്പോ ആ കാലത്തെ യൂറോപ്പിൽ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന 2 ഫോർവേഡ്സ് ആയിരുന്നു. പിന്നെ സ്റ്റാമും നെസ്റ്റാണ് സെൻറ്റർ ബാക്സ് 2 പേര്. അപ്പോൾ ഒരു പ്രതീക്ഷയില്ല. പക്ഷേ ആദ്യത്തെ പകുതിയിലത്തെ അത്ര മോശമാവുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ കുറേ സപ്പോർട്ടേഴ്സായിട്ട് ഞാൻ കളിക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു എന്താ പറയുക, നാറാതെ തോറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. വെച്ചാൽ ഈ മിലാൻ 89 സ്റ്റോയ ബുക്കറസ്റ്റിനെ 4-0, 94 യോഹാൻ ക്രൂയിഫിൻ്റെ ബാഴ്സലോണയെ 4-0 തോൽപ്പിച്ച ടീമാണ് മിലാൻ. ഇത് വേറെ കളിക്കാരായാലും അതുപോലെ തോൽക്കരുതെന്നുള്ളൊരിത് മാത്രമേ മിലാന് പിന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോൾ അടിക്കുന്നു. അപ്പോൾ ലിവർപൂൾ ആരാധകർ സ്വാഭാവികമായിട്ടും സ്റ്റേഡിയം വിടാനൊക്കെ ഒരുങ്ങിയിരുന്നോ? കാരണം 3 ഗോൾ അടിച്ചു, ഇനിയൊരു സാധ്യത അല്ലെങ്കിൽ പ്രതീക്ഷ അല്ലതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അധികം പേരും വിട്ടില്ല. വിടാതിരിക്കാൻ ഒരു കാരണം എന്താ വെച്ചാൽ ആരോ പറഞ്ഞ പോലെ ഇത് എവിടെ അല്ലാത്തൊരു സ്റ്റേഡിയം. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയി നമ്മൾ നാട്ടുമ്പുറത്തൊരു എവിടെയില്ല, ആകെ ചിലപ്പോൾ വല്ല ആടോ പശു അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാവുള്ളൂ, എവിടെയും പോകാനില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഒരു പ്രത്യേകതയായി തോന്നിയത് എന്താ വെച്ചാൽ ഈ 3-0 ആയ സമയത്തും കൂടി ഹാഫ് ടൈമിൽ ഈ നോർത്തേൺ എൻഡിൽ നിന്ന്, ലിവർപൂളിൻ്റെ എൻഡിൽ നിന്ന് പാടേണ്ടത് നിർത്തിയിട്ടേ ഇല്ല. അത് പിന്നീട് മാരഡോണയും കൂടി പറഞ്ഞു അതിനെപ്പറ്റി. ഇന്ന് തൊട്ട് ലിവർപൂളാണ് എൻ്റെ ഇംഗ്ലീഷ് ടീം. എന്താ വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ 3-0 ആയിട്ടും കൂടി പാടേണ്ടത് നിർത്തിയില്ല, അദ്ദേഹം പറഞ്ഞു അത്. അപ്പം ഞാനിത് ഇതെന്ത് കണ്ടിട്ട് അവർ പാടണമെന്ന് വെച്ചാൽ ആർക്കും ഒരു പ്രതീക്ഷയില്ല. 3-0 ഇതിപ്പോൾ എങ്ങനെയെങ്കിലും 4-ൽ നിർത്താൻ പറ്റുമോ 5-ൽ നിർത്താൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് സീറ്റിലേക്ക് തിരിച്ചു പോയതാണ് ഹാഫ് ടൈമിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവർപൂൾ 3-0 നിൽക്കുന്ന ഒരു ടീം ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് വളരെ അത്യപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ സത്യത്തിൽ എന്താണ് ഒരു ടാക്ടിക്കലായിട്ട് തന്നെ ലിവർപൂൾ 2 കാര്യങ്ങൾ നടന്നു. ടാക്ടിക്കലായിട്ട് ഫിന്നനെ മാറ്റിയിട്ട് ഹമാൻ ഒരു എക്സ്ട്രാ, ആദ്യത്തെ പകുതിയിൽ ലിവർപൂളിനൊരു മിഡ്ഫീൽഡ് തന്നെ ഇല്ല. അവർ തോന്നിയ പോലെ പരിക്ക് പറ്റുകയും ചെയ്തു. അതെ, ക്യൂവലിന് പരിക്ക് പറ്റി മാറ്റി സ്മീസർ വന്നു. പക്ഷെ ജെറാർഡും അലോൺസും 2 പേര് അവിടെ, ഗറ്റൂസോ, സീഡോഫ്, പിന്നെ പിർലോ ഡീപ്പായിട്ടും കാക്ക വേണ്ടപ്പോഴൊക്കെ മിഡ്ഫീൽഡിലേക്ക് വന്നിട്ട് അപ്പം 3 മിനിമം 3 ആൾ അല്ലെങ്കിൽ 4 ആളൊക്കെയാണ് അവർ സെൻറ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ബോൾ തന്നെ കിട്ടിയിട്ടില്ല അധിക സമയം. പിന്നെ കാക്കയ്ക്കൊക്കെ തോന്നുമ്പോൾ ത്രൂ ബോൾ കൊടുക്കുകയാണ്, അവിടെ മാർക്ക് ചെയ്യാൻ ആരും ഇല്ലാതെ. പിന്നെ ഹമാൻ വന്നപ്പോൾ മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി കൺട്രോൾ വന്നു. പിന്നെ അവരുടെ കളിക്കാർ വന്നപ്പോൾ തന്നെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കാണാൻ, അവർ ജയിച്ചൊരു ടീമിനെ പോലെ വന്നത്. ആദ്യത്തെ പകുതിയിൽ എന്താ വെച്ചാൽ മോൾഡീനി അടക്കം 38-39 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോൾഡീനിക്ക് അവർ വരെ ആദ്യത്തെ മിനിറ്റിലൊക്കെ ഫുൾ ഇൻറ്റൻസിറ്റിയോടുകൂടി അവർ ആദ്യത്തെ മിനിറ്റിൽ തന്നെ ഗോൾ അടിച്ചു. അതങ്ങനെയായിരുന്നു കളി തുടങ്ങിയത്. 2ാം പകുതി അങ്ങനെയല്ല. 2ാം പകുതി കുറച്ചൊക്കെ അതെ, ജെറാർഡിനെ കുറച്ച് മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ആദ്യത്തെ ഗോൾ കയറിയപ്പോൾ തന്നെ ജെറാർഡ് ഇങ്ങനെയൊക്കെ ആക്കാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര ഒരു സൗണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സൗണ്ട് കേട്ടിട്ടില്ല. എന്താ വെച്ചാൽ ഇതിൽ 20,000 ടിക്കറ്റാണ് ഓരോ ക്ലബിനും കൊടുത്തിട്ടുള്ളത്. അതിൽ മിലാൻ പക്ഷേ അതിൽ 20,000 ആൾ വന്നിട്ടില്ല, 15 വന്നിട്ടുള്ളൂ. ബാക്കി എൻ്റെ കണക്കനുസരിച്ച് ഒരു 35,000 ആളെങ്കിലും ലിവർപൂൾ ഫാൻസായിരുന്നു. അത് ഈ UEFA ക്വോട്ട അല്ലെങ്കിൽ മറ്റേ ഫുട്ബോൾ ക്വോട്ട എന്നൊക്കെ പറഞ്ഞ് ഇത് മുഴുവൻ ലിവർപൂൾ ഫാൻസ് എങ്ങനെയൊക്കെയോ വാങ്ങിയിരിക്കണം, ബ്ലാക്കിലാണെങ്കിലും ബ്ലാക്ക് അല്ലാതെയൊക്കെ. അപ്പോൾ ഒരു സൗണ്ട് ശരിക്കും ഒരു ഹോം മാച്ചിൻ്റെ പോലത്തെ ഒരു ശബ്ദമായിരുന്നു ആദ്യത്തെ ഗോൾ കയറിയപ്പോൾ. അത്
ഇപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ കളിക്കാരെ അത് ബാധിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട്. ഒന്ന് ഈഡൻ ഗാർഡൻസിൽ 2001 ഓസ്ട്രേലിയയും ഇന്ത്യയും കളിക്കണ വളരെ പ്രസിദ്ധമായ ടെസ്റ്റ് മാച്ചിൽ അവസാന ദിവസം ഇതേപോലെ 85,000 ആൾക്കാർ കൂക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്റ്റീവ് വോ അടക്കമുള്ള ഓസ്ട്രേലിയൻ ടീം പതറിപ്പോയി ശരിക്കും. അത് നമുക്ക് കാണാം, അവരിങ്ങനെ ചുറ്റും നോക്കേണ്ടത് ഇത് എന്ത് ശബ്ദമാണ്. അതുപോലെ മിലാൻ കളിക്കാർ പെട്ടെന്ന് ഇത് എവിടുന്ന ഈ ശബ്ദം വരണമെന്നുള്ളൊരു. പിന്നെ രണ്ടാമത്തെ ഗോള് കയറുന്നു, അത് ഒരു ഫ്ലൂക്ക് എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ലോങ് റേഞ്ച് ഷോട്ട് സ്മീസർ അടിക്കുന്നത് ദീദ കണ്ടില്ലേ തോന്നുന്നു. അത് ലാസ്റ്റ് സെക്കൻഡ് ഒരു ബ്ലോക്ക് ചെയ്ത് ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്യൂവല് പരിക്ക് പറ്റി പകരം വരുന്ന ആളാണ് ഗോൾ അടിക്കുന്നത്. അതും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് കളി സ്മീസറോട് കോൺട്രാക്ട് റിന്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്മീസർക്ക് അറിയത് എൻ്റെ അവസാനത്തെ കളിയാണ്, എന്നിട്ട് ആ ഗോൾ അടിക്കുന്നു. കാരഗർ ഒരു സേവ് ഉണ്ടല്ലേ ഡിഫൻസിൽ. അതെ ഇങ്ങനത്തെ ഒരു റിസൾട്ട് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 100 പാർട്സ് ഒരുമിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വരണം, അല്ലാതെ അത് ഒരിക്കലും അതേ കളി ഒരു 500 പ്രാവശ്യം കളിച്ചാലും 498 തവണ മിലാനെ ജയിക്കുള്ളൂ ആ കളിക്കാരെയും വെച്ചിട്ട്. അങ്ങനെ ലിവർപൂള് 3-0 പിന്നിലിന് ശേഷം 3 ഗോൾ തിരിച്ചടിച്ച് പെനാൽറ്റിയിൽ കിരീടം ഉയർത്തുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് മിലാൻ ആരാധകർക്കിടയിൽ? അത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും അനുഭവിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും അടുത്തെത്തിയിട്ടുള്ളത് ഇന്ത്യ 2011 ലോകകപ്പ് ജയിക്കും. അപ്പോഴും ഞാൻ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പറയുക, ഇന്ത്യക്ക് ഒരു വലിയൊരു ഇന്ത്യൻ ക്രിക്കറ്റിനൊരു വലിയ ദിവസമാണെങ്കിലും അത് പ്രതീക്ഷിച്ചതല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഹോം ഗ്രൗണ്ടിലുമാണ് ശ്രീലങ്കയാണ് തോൽപ്പിച്ചത്, നമ്മൾ ഓസ്ട്രേലിയ ഒന്നും അല്ല തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തീരെ അപ്രതീക്ഷിതമായൊരു ജയമെന്ന് പറയാൻ പറ്റില്ല. ഇതല്ല, ഇത് എനിക്ക് ആ 35,000 ലിവർപൂൾ സപ്പോർട്ടേഴ്സ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു 10-20 ആൾക്കാരെ ശരിക്കും വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ ഇത് നമുക്ക് ജയിക്കാൻ പറ്റുന്ന കളിയാണ്. എന്നുവെച്ചാൽ അവരങ്ങനത്തെ ടീമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിൽ തന്നെ ഏറ്റവും നല്ല ടീമുകളിൽ വരുന്ന ഒരു ടീമാണ് ആ കാലത്തെ മിലാൻ ടീം. 2003 അവർ ജയിക്കുന്നു, 5 ഫൈനലിലെത്തി, 7 ആദ്യം ലിവർപൂളിനെ ഫൈനലിൽ തോൽപ്പിക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു ടീമായിരുന്നു. അതും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല ലിവർപൂൾ ടീമും കൂടി അല്ല. പണ്ടത്തെ 4 തവണ കിരീടം നേടിയ ടീമുകളൊന്നും നോക്കുമ്പോൾ ഇതിൽ വിജയം പിന്നീട് ലിവർപൂളിനെ കുറച്ചുകൂടി ഉണ്ടാക്കിയെന്ന് തോന്നുന്നില്ലേ, ചേഞ്ചസ് ഉണ്ടാക്കി. 2007 അവർ വീണ്ടും ഫൈനൽ കളിക്കുന്നു. അത് ബെനിറ്റസിന് ഈ ഒരു ജയം കൊണ്ട് കുറേയും കൂടി ആ ടീമിനെ ഇമ്പ്രൂവ്, കുറേ കളിക്കാരെ ഒഴിവാക്കി, പിന്നീട് കുറച്ച് നല്ല കളിക്കാർ വന്നു, ടോറസ് ഒക്കെ വന്നു. പിന്നെ ഒരു 4 കൊല്ലം ഏകദേശം അടുപ്പിച്ച് ഒന്നുമില്ലെങ്കിൽ സെമി ക്വാർട്ടറൊക്കെ എത്തി, ഫൈനലെത്തി, ഒരിക്കൽ വേറൊരു സെമി എത്തി ചെൽസിയോട് തോറ്റു, വേറൊരു ക്വാർട്ടർ ചെൽസിയോട് തോറ്റു. അതൊരു വലിയൊരു പോരാട്ടമായിരുന്നു ആ കാലത്തെ ലിവർപൂൾ. മിലാൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർ ഇപ്പോഴും പല താരങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൽ പറയാറുണ്ട്, ഞങ്ങൾ അന്നത്തെ ആ തോൽവിയിലിൻ്റെ ഷോക്കിൽ നിന്ന് ഇപ്പോൾ ഷെവിഷെങ്കോ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തവണ അത് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ പിന്നീട് അതേ കോച്ച്, അതായത് ലിവർപൂൾ റാഫേൽ ബെനിറ്റസും AC മിലൻ കാർലോ അഞ്ചലോട്ടിയാണ് കോച്ച്, അതേ ടീമിന് വെച്ച് തന്നെ അവർ 2007 വന്നിട്ട് ഒരു റിവെഞ്ച് തീർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതിൽ എനിക്കത് ഏറ്റവും വലിയൊരു മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താ വെച്ചാൽ 2007 ഞാൻ പോകാൻ നോക്കി ആത്തൻസിൽ. അത് പക്ഷേ ഗ്രീക്ക് ഗവൺമെൻറ് കുറച്ച് പതുക്കെ ആയതായിരുന്നു, എനിക്ക് സമയത്തിന് വിസ കിട്ടിയില്ല. പക്ഷെ ആ കളിയിൽ കളിച്ച ലിവർപൂൾ ടീം ഇതിലും എത്രയോ നല്ല ടീമായിരുന്നു 2005 എന്നും. അത് ആ കളി ശരിക്കും എൻ്റെ ബാലൻസ് ഓഫ് പ്ലേ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈം വരെ പോകേണ്ട ഒരു കളിയായിരുന്നു. അത് ഇൻസാഗി 2 ടിപ്പിക്കൽ ഇൻസാഗി ഗോൾ അടിച്ചിട്ട് ജയിപ്പിച്ച ഇതാണ്. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു മിലാൻ കുറച്ചൊന്ന് താഴത്തേക്ക് പോയിട്ടുണ്ട്, ലിവർപൂൾ കുറച്ചൊരു മുന്നോട്ടും പോയിട്ടുണ്ട്. അത് കുറേയും കൂടി ഒരു ഈക്വലായിട്ടുള്ള കളിയായിരുന്നു. ഇത് ശരിക്കും ആ ഒരു സെക്കൻഡ് ഹാഫിലത്തെ ഒരു 6 മിനിറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മിലാൻ ഡോമിനേറ്റ് ചെയ്തൊരു കളിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കളി നടക്കുന്നത് തുർക്കിയിലാണല്ലോ. അപ്പോൾ നമ്മൾ തുർക്കി ഫുട്ബോളിനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നിർത്താൻ തോന്നുന്നു. ഇപ്പോൾ ഈ തുർക്കി എന്ന് പറയുന്നത് ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പോയ യൂറോയിൽ തന്നെ അവർ നല്ല പ്രകടനമാണ് നടത്തിയത്. പിന്നെ നല്ല താരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ മൗറിഞ്ഞയെ പോലുള്ള കോച്ചുമാർ തുർക്കിഷ് ലീഗിലേക്ക് വരുന്നു. അപ്പോൾ തുർക്കിഷ് ഫുട്ബോളിൻ്റെ ഒക്കെ ഒരു ഭാവിയൊക്കെ എങ്ങനെയായിരിക്കും? അത് അപ്പം തന്നെ അവർ
2000 ഗാലറ്റാസറായ് UEFA കപ്പൊക്കെ ഫൈനലൊക്കെ എത്തി ജയിച്ചതൊക്കെയാണ്. അപ്പോൾ പിന്നെ ഹക്കാൻ സൂക്കർ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം കാലത്തെയും ഏറ്റവും നല്ല കളിക്കാരൻ. ഇപ്പം അദ്ദേഹത്തെ രാജ്യത്ത് കയറാനും കൂടി പറ്റാത്ത പൊളിറ്റിക്കൽ കാരണങ്ങൾ. പക്ഷെ അങ്ങനത്തെ കളിക്കാരുള്ളൊരു കാലമാണ്. പിന്നെ ഞാൻ ഇസ്താൻബുളിൽ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ലിവർപൂളോ മാഞ്ചസ്റ്ററോ പോലെ അല്ലെങ്കിൽ ലണ്ടനൊക്കെ പോലെ വളരെ അധികം സപ്പോർട്ടുള്ള ഒരു ടീമല്ല 3 ടീമുകളുള്ളൊരു നഗരമാണ്. അതിൽ ബെസിക്ടാസ്, ഗാലറ്റാസറായ്, ഫെനർബാച്ചെ 3 ടീം. അപ്പോൾ എൻ്റെ ഹോസ്റ്റൽ നടത്തിയിരുന്ന ഒരു ബെസിക്ടാസ് സപ്പോർട്ടറായിരുന്നു. അയാൾ എനിക്കൊരു സോക്സൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്, ഇതെന്തായാലും ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കാലം അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബെസിക്ടാസിൻ്റെ ബ്ലാക്കും വൈറ്റും. എന്നിട്ട് ഇതിലേറ്റവും തമാശ എന്താ വെച്ചാൽ ഞാൻ തിരിച്ചു വരുന്നത് ഒരു 3 മണിക്കൂറായിട്ട് കാത്തു നിൽക്കേണ്ടി. ഒരു കൗതുകത്തിന് ചോദിക്കണം, നമ്മൾ ഇന്ത്യൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒന്നാമത്തെ മത്സരത്തിന്? ഏതെങ്കിലും ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ തുർക്കിയിൽ തന്നെ ജീവിക്കുന്ന ആരെങ്കിലും ഒക്കെ മത്സരത്തിന് എത്തിയായിട്ട്? എനിക്ക് ഓർമ്മയില്ല അങ്ങനെ. ഞാൻ പിന്നീട് മാച്ചിനൊക്കെ പോകുമ്പോൾ ഇപ്പം ആൻഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇന്ത്യൻസിനെയും, അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിൽ താമസിക്കുന്ന ഇന്ത്യൻസ്, സിംഗപ്പൂരിൽ താമസിക്കുന്ന ഇന്ത്യൻസ്, അവരൊക്കെ സാധാരണ വരും. പക്ഷേ ഈ കളിക്ക് എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല. ഈ കളിക്ക് ഒരു തമാശ എന്തായിരുന്നു വെച്ചാൽ ഈ തുർക്കിയിൽ എത്താനുള്ള ചിലവ് കാരണം പലരും നുണ പറഞ്ഞിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്, ഭാര്യമാരോടൊക്കെ. അപ്പം ഞാൻ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ചിലർ പറയാം, അയ്യോ എൻ്റെ ഫോട്ടോ എടുക്കില്ല, ഞാൻ ജർമ്മനിയിലാണ് ഭാര്യയോട് പറഞ്ഞിട്ടുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ പേര് എത്തിയവരുണ്ട്. ട്രക്കൊക്കെ ഓടിച്ച്, ഇപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് ട്രക്ക് ഓടിക്കണ പല പാർട്ടികളും അവർ ജർമ്മനിയിലേക്കാണ് പോകണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നവരുണ്ട്. അതൊരു തമാശയായിരുന്നു. പിന്നെ സ്റ്റേഡിയത്തിൽ നിന്ന് കളി കഴിഞ്ഞിട്ട് ഞാൻ എത്തുന്നത് ടക്സിം സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു ഏറ്റവും വലിയൊരു 10,000 ആൾക്കാർ അവിടെ അത് കഴിഞ്ഞ് പാർട്ടി ഇതൊക്കെ ആയിരുന്നു. പിന്നീട് എനിക്ക് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരണമെങ്കിൽ ഞാനൊരു ക്യാബ് പിടിച്ചത്, അത് ഓടിക്കുന്ന ആളൊരു ബെസിക്ടാസ് സപ്പോർട്ടറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 5 മണിയായിട്ടുണ്ട് അപ്പോഴേക്കും രാവിലെ, നമുക്കൊന്ന് സ്റ്റേഡിയത്തിൽ പോകാൻ. ഞാൻ പറഞ്ഞു നിങ്ങളെന്താ പറയുന്നത് സ്റ്റേഡിയത്തിൽ പോകാൻ, ഇപ്പോൾ സീസണൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ അത് വഴിയൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഇനോണു സ്റ്റേഡിയം എന്നായിരുന്നു എൻ്റെ പേര്, അതൊക്കെ ഇപ്പം മാറിയിട്ട് ഇനോണു സ്റ്റേഡിയത്തിൻ്റെ ചുമര് ചാടിയിട്ട് ഞങ്ങൾ ആ ഒരു സൈഡിൽ അത്ര ഹൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അത് ചാടി എന്നിട്ട് ഒരു അരമണിക്കൂർ ഞാൻ അവിടെ സെൻറ്റർ സർക്കിളിൽ ഇരുന്ന് ചുറ്റുമൊക്കെ നോക്കിയിട്ടുണ്ട്. ട്രെസ് പാസിങ് ആയിരുന്നു, പോലീസ് പിടിച്ചാൽ പോയി. പക്ഷെ അങ്ങനെയാണ് ഞാനൊരു ശരിക്കും തുർക്കിയിലത്തെ ഒരു ക്ലബ്ബ് കളിക്കണ ഒരു സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കയറിയിട്ടുള്ളത് അന്ന് രാവിലെ. അതുപോലെ തന്നെ ഈ ഓസ്ട്രേലിയയിലെ ഇൻസൈഡ് സ്പോർട്ടിന് വേണ്ടിയിട്ട് ആ മത്സരം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ കരാർ എങ്ങനെയാണ് മുൻകൂട്ടി നിശ്ചയിച്ചത്? അല്ല, അത് കംപ്ലീറ്റ് ഒരു ആക്സിഡൻറ്റ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 1,00,000 പോയി കിട്ടി, പ്രത്യേകിച്ച് ഈ ടിക്കറ്റിന് ഇത്രയും പൈസ കൊടുത്തത് കാരണം. അപ്പം ഞാൻ എൻ്റെ അവിടെ കയറി ഒരു സൈബർ ക്യാഫേയിൽ കയറി എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻസൈഡ് സ്പോർട്ടിൻ്റെ ഒരു മെയിലുണ്ട്, ഇങ്ങനെ ഗ്രെഗ് ചാപ്പൽ ഇന്ത്യയുടെ കോച്ചാവാൻ പോവാണുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് സ്റ്റോറി, ഒരു ഡീറ്റെയിൽഡ് ഒരു ഫീച്ചറൊക്കെ വേണ്ടി വരുന്നു. ഞാൻ അവർക്ക് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് പറഞ്ഞു അതെന്തായാലും ചെയ്യാം ഞാൻ, പക്ഷെ ഇന്ന് ഇസ്താൻബുളിലാണ്, ഈ കളി കണ്ടു കഴിഞ്ഞു. അപ്പോൾ അയാൾ തിരിച്ച് യു ആർ ജോക്കിങ് റൈറ്റ് എന്ന് എനിക്ക്. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഫാനായിട്ട് പോയി കണ്ടത്, പ്രസ് ബോക്സ് എന്നല്ല. അപ്പോൾ പറഞ്ഞു നിങ്ങൾ എത്ര വാക്കുകൾ വേണമെങ്കിലും ഉപയോഗിച്ചോളൂ, 2-3 ഫോട്ടോ ഉണ്ടെങ്കിൽ അത് മതി, ഞങ്ങൾക്ക് ഫുൾ സ്റ്റോറി വേണം, ആ വീട് വിട്ടപ്പോൾ തൊട്ട് കളി കഴിയണ വരെ. അപ്പം എനിക്ക് ഇത്ര 4,000 വാക്കൊറ്റ കിട്ടി, അതുകൊണ്ട് എൻ്റെ ഫുൾ എല്ലാ ബില്ലും പേ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഇസ്താംബുൾ മിറാക്കിളിൻ്റെ വിശേഷങ്ങൾ നിർത്താൻ തോന്നുന്നു. മാത്രമല്ല അന്ന് ഏറ്റവും കൗതുകമായൊരു കാര്യം എന്ന് പറയുന്നത് ലിവർപൂൾ പ്രവിശ്യയിൽ ഈ കിരീട നേട്ടത്തിന് ശേഷം ക്രിസ്മസിനേക്കാളും ഷാമ്പെയിനുകൾ വിറ്റുപോയിട്ടുണ്ടെന്നൊക്കെയാണ് പല മാധ്യമങ്ങളിൽ നിന്നും വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മളൊക്കെ വളരെ ഇന്നും യൂട്യൂബിൽ ഹൈലൈറ്റ്സ് കാണുന്ന ഒരു മത്സരം നേരിൽ കണ്ട ഒരാൾ അത് അനുഭവം കേൾക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും ഇരിക്കാൻ തോന്നും.